നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 241 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ശ്രീ കാനായി കുഞ്ഞിരാമനെ കുറിച്ചിട്ടാണ്. കലയുടെ രാജാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു മഹത് വ്യക്തി. ഞാൻ കണ്ട നൂറുകണക്കിന് കലാകാരന്മാരെയും എഴുത്തുകാരന്മാരുടെയും ഇടയിൽ ഒരു പ്രത്യേകത ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ നമ്മൾ കണ്ടാൽ നമ്മൾ നോക്കി നിന്ന് പോകും. ഇത് വെറുതെ പറയുന്നതല്ല. ലോകപ്രശസ്തരായ ചിത്രകാരന്മാരായ ലിയനാർഡോ ഡാവിഞ്ചിയുടെയും പിക്കാസോയുടെയും അങ്ങനെ നിരവധി പേരുടെ, വാൻ ഗോഗിൻ്റെയും, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ലോകപ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുടെ ഒറിജിനൽ വരകൾ, ഒറിജിനൽ ചിത്രങ്ങൾ പ്രബ്ലാൻസ്കയിലും മോസ്കോയിലും ഫ്രാൻസിലുമൊക്കെയായി പല രാജ്യങ്ങളിലായി നേരിട്ട് കാണാൻ ഉള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ഇത് പുകഴ്ത്തലൊന്നുമല്ല. മോണാലിസയുടെയും കോടിക്കണക്കിന് രൂപ വില വരുന്ന ചിത്രങ്ങൾ, രവിവർമ്മയുടെ ചിത്രങ്ങളും അങ്ങനെ നിരവധി പേരുടെ കാണാൻ ഇടയായിട്ടുണ്ട്. മാസ്മരികമായ ഒരു അനുഭവം തന്നെയാണ്. ചിത്രകലയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു ചിത്രം ഫ്രാൻസിലെ ഒരു വലിയ കലാകാരി വരയ്ക്കുകയും എനിക്ക് അയച്ചു തരികയും എൻ്റെ ഒരു പുസ്തകത്തിൽ അത് അതേപടി പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ചിത്രം വലിയ വിലയ്ക്കാണ് വിറ്റുപോയത്. അതിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ പറയാൻ വന്നത് 35 വർഷത്തെ ബന്ധം. ഇതിനിടയിൽ ഒരു 8, 10, 12 തവണയേ കണ്ടിട്ടുള്ളൂ. നിരന്തരമായ സമ്പർക്കമൊന്നുമില്ല അദ്ദേഹവുമായി. കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പോയി കാണുന്നത്. അന്ന് ഞാൻ സംസ്കൃത കോളേജിൽ, ഗവൺമെൻറ് സംസ്കൃത കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജിനും ഓപ്പോസിറ്റുള്ള ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ട് പറയുന്നത്, സർ, ഇവിടുത്തെ ചിത്രകാരന്മാർക്ക് വരയ്ക്കാൻ വേണ്ടി ഒരു മോഡലായി എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പ്രതിഫലമൊന്നും വേണ്ട. പലരുടെയും വരകൾ, പലരുടെയും ചിത്രങ്ങൾ എൻ്റെ മുഖത്തിലൂടെ കാണാൻ കഴിയുമല്ലോ എന്നുള്ളൊരാഗ്രഹം മാത്രം. അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നോക്കാം, പരിശ്രമിക്കാം, അതുപോലെ. ഞാൻ പറഞ്ഞു, അത് മതി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും, കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി എന്തോ ആലോചിച്ച് കുറച്ച് നേരം നിന്നിട്ട് മടങ്ങാൻ ഭാവിക്കുമ്പോൾ ഇദ്ദേഹം കൈകൊട്ടി വിളിക്കുന്നു, ശരവണ വരൂ. എന്താണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ ഉണ്ടായ അനുഭവം? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കലയോടുള്ള ഇഷ്ടം. സർ, ഞാൻ കുറച്ചൊക്കെ എഴുതാറുണ്ട്. എൻ്റെ ഒരു പുസ്തകത്തിന് സാർ ഒരു കവർ പേജ് വരച്ചു തരണം. എന്നെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ടൊന്ന് ചിരിച്ചു. നമുക്ക് കാണാം, അടുത്ത ആഴ്ച കാണാം. ഞാൻ താമസിക്കുന്നത് കുന്നുകുഴി എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ വരൂ, നമുക്ക് സംസാരിക്കാം.
അങ്ങനെ ആണ് അദ്ദേഹവുമായിട്ടുള്ള പരിചയത്തിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് പിൽക്കാലത്ത് മാതൃഭൂമിയിലും മറ്റും വർക്ക് ചെയ്ത മുരളി ടി എന്നുള്ള ചിത്രകാരനാണ് എൻ്റെ 48 ഉദയവും 47 അസ്തമയവും എന്ന നോവലിലെ കുറേ രേഖാചിത്രങ്ങൾ വരച്ചു തന്നതും അതെൻ്റെ നോവൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. എന്നും മനസ്സിൽ ഓർമ്മിക്കത്തക്കതായിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് കുന്നുകുഴിയിലെ അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു വലിയൊരു മാർക്കറ്റുണ്ട്. മത്സ്യവും ഇറച്ചിയും ഒക്കെ വിൽക്കുന്ന ഒരു വലിയൊരു കോമ്പൗണ്ട്, വലിയ ഭീമാകാരമായിട്ടുള്ളൊരു മതിൽ കെട്ടി ഉയർത്തിയ ആ കോമ്പൗണ്ടിനുള്ളിലാണ് വ്യാപാര കേന്ദ്രം. അതിൻ്റെ പുറകിലായി ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിൽ നിന്നും ഒരു 10 മിനിറ്റ് നടക്കണം. സൈക്കിളും കാറും ഒന്നും പോകില്ല. കഷ്ടിച്ചൊരു സ്കൂട്ടർ കയറാനുള്ള അത്രമാത്രമുള്ള ഒരു വഴി. അതും കയറുമോ എന്ന് സംശയമാണ് അക്കാലത്തെ, ഇപ്പോഴല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങോട്ട് കടന്നതും ഭയങ്കര ദുർഗന്ധം. സഹിക്കാൻ വയ്യാണ്ട് പുറത്തു നിന്നു ആരെങ്കിലും അതിനകത്ത് കയറുന്നുണ്ടോ എന്ന് നോക്കാൻ. കുറേ നേരം കഴിഞ്ഞ് റോഡ് വക്കിൽ നിന്ന് നോക്കി ഈ ഇടവഴിയിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ. അപ്പോഴെങ്ങും ആരെയും കാണുന്നില്ല. കൊണ്ടുവന്ന കയ്യിലുണ്ടായിരുന്നൊരു കർച്ചീഫ് മൂക്കിൻ്റെ മുകളിലും താഴെയുമായി വലിച്ചിറുക്കി കെട്ടിയിട്ട് ഒരൊറ്റ ഓട്ടമാണ് സ്പീഡിൽ ചെന്ന് നിന്നത് ശ്രീ കാനായിയുടെ വീട്ടിൻ്റെ മുൻവശത്ത്. ആ ഓടിയതിൻ്റെ ക്ഷീണവും കിതക്കലും കണ്ട് അദ്ദേഹത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ അന്ന് ആരുടെയാണ് എന്നെനിക്ക് ഓർമ്മയില്ല, ഒരുപാട് വെങ്കല പ്രതിമകൾ അദ്ദേഹം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിനോട് ചേർത്ത് ഒരു വലിയൊരു ഓല ഷെഡ്, അതിനകത്താണ് ഈ പ്രതിമയുടെ കുറേ ഭാഗങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെങ്കലത്തിലുള്ള പ്രതിമ. അങ്ങനെ ഞാൻ വീടിൻ്റെ മുന്നിൽ നിന്ന് കിതയ്ക്കുമ്പോൾ അദ്ദേഹം തോളിലൊരു തോർത്തുമിട്ട് മുണ്ടെടുത്ത് അദ്ദേഹം ഇറങ്ങി വന്നിട്ട്, എന്താ? ഞാൻ പറഞ്ഞു, സാർ ഞാൻ ശരവണനാണ്, സാറിനെ കുറച്ച് ദിവസത്തിന് മുമ്പേ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ വെച്ച് കണ്ടിരുന്നു. ആ വരൂ, ഇരിക്കൂ. ഞാനവിടെ ആ പടിയിൽ ഉടങ്ങാനിരുന്നു. അദ്ദേഹത്ത് ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് വീണ്ടും വന്ന് ഇരുന്നു. എന്താ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചിരിയിരിച്ചു. എന്താണ് ഓടുന്നത്? ഞാൻ പറഞ്ഞു, അതെ. എന്താ കാര്യം? സാർ, അത് ഈ ഇടവഴിയിലൂടെ നടന്നു വരാൻ വലിയ പാടാണ്, ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം. മനുഷ്യരുടെ കഴിവുകളുടെ ഒരു തെളിവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഓരോ മനുഷ്യക്കൊലങ്ങൾ പൊറുതിമുട്ടി ഈ മുടുക്കിനുള്ളിലാണ് യോർക്ക് ബാസ് ചെയ്യുന്നത്. അവിടെ വേലി കെട്ടി അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥയിൽ വേറെ 1-2 വീടും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടുന്ന് വീട് മാറണം, അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചിരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു തടാകത്തിൽ മലമുകളിൽ നിന്ന് എടുത്ത് ചാടിയതുപോലെയുള്ളൊരു അനുഭവമാണ് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ
അദ്ദേഹം ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞു, എന്താ സാർ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഹേയ്, തെറ്റൊന്നുമില്ല. ഇതിനൊരു മറുപടി ഞാൻ പറയാനായിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത്. എന്നെ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ ശരവണൻ ഇവിടെ വന്നത്? നമ്മൾ അതെ സാർ. ഞാൻ മൂക്കുന്നി മലയിലാണ് ഒരു വീട് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ വരില്ലേ എന്നെ കാണാൻ? ഞാൻ സ്തബ്ധനായിപ്പോയി. നമ്മൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ വരും. അതാണ് പോയിൻ്റ്. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മൂക്കുന്നി മലയിലല്ല, ഏത് കൊടുമുടിയിലിരുന്നാലും നിങ്ങൾ എന്നെ കാണാൻ വരും. ആവശ്യം നിങ്ങളുടേതാണ്, എൻ്റേതല്ല. അപ്പോൾ എനിക്കാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാലും ശരി, കാടിനുള്ളിലായിരുന്നാലും ശരി, ഞാൻ തേടിപ്പിടിച്ച് അവിടെ എത്തും. അതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കതൊരു ഷോക്കായി. ഞാൻ കണ്ട നൂറുകണക്കിന് ആൾക്കാരിൽ നിന്നൊന്നും കിട്ടാത്ത ഒരു വാചകമാണത്. ആവശ്യമുണ്ടെങ്കിൽ ആരെയും തേടിയെത്തും, ആവശ്യമില്ലെങ്കിൽ ആരെയും തേടിയെത്തില്ല. ഈ ഒരു വാചകം എൻ്റെ ജീവിതത്തിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതൊരു ഉദാഹരണം കൂടി പറയാം. ഖത്തറിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ദോഹ സിറ്റിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് പലരെയും കാണുകയും സംസാരിക്കുകയും, ബാച്ചലർ ലൈഫിൽ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി ഉറങ്ങാനും സ്വതന്ത്രമായി എഴുന്നേൽക്കാനും ഒന്നും പറ്റില്ല. പലരുൾപ്പെടുന്ന, പല ചിന്താഗതികൾ ഉൾപ്പെടുന്ന, പല രീതികൾ കൊണ്ട് നടക്കുന്ന പലരുമായി ബാച്ചിലേഴ്സ് റൂമിൽ താമസിക്കുക എന്നത് എവറസ്റ്റ് കീഴടക്കുന്നതിനെക്കാട്ടിലും പ്രയാസമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ 30 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ നിന്നുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാറി ഉംസലാൽ അലി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ഗ്രാമാന്തരീക്ഷമുണ്ട്. അവിടെ കണ്ടാൽ ഒരിക്കലും നമ്മൾ ഗൾഫാണ് എന്ന് തോന്നില്ല. പഴയ കാലത്തെ 100, 100, 150 വർഷത്തും പഴക്കമുള്ള ചെറിയ കെട്ടിടങ്ങൾ. അവിടെ വാടകയും കുറവാണ്. ഓരോ മുറിയെന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു 200 ഖത്തർ റിയാൽ കൊടുത്താൽ നമുക്ക് കിട്ടും. പഴയ കാലത്തുള്ള കുളിമുറികളും ശൗചാലയങ്ങളും ഒക്കെയുള്ള ഒരു ചെറിയൊരു കോമ്പൗണ്ടിനുള്ളിലാണ് ഞാൻ താമസിച്ചത്. അവിടെ വച്ചിട്ടാണ് ഒരുപാട് കഥകളും കവിതകളും നോവലും ചെറുകഥകളും ഒക്കെ ഞാൻ എഴുതിയത്. ആ ഏകാന്തവാസത്തിനിടയിലാണ്. അവിടുന്നാണ് രാവിലെ എഴുതിച്ച് ഭാഗത്തിൽ അവിടുന്ന് ഇമിഗ്രേഷൻ റൗണ്ട് ബോട്ടിൽ വന്ന് അവിടുന്ന് ഞാൻ റാസ് ഗ്യാസ് എന്ന സ്ഥാപനത്തിൽ 1998 മുതൽ 2004 വരെ 6 വർഷക്കാലം ജോലി ചെയ്ത്. അപ്പോൾ അതിരാവിലെ അവിടെ നിന്ന് വണ്ടി കയറി ഏകദേശം 3/4 മണിക്കൂറോളം യാത്ര ചെയ്താണ് റാസ് ഗ്യാസിലെത്തുന്നത്. വൈകുന്നേരം 3:30 മണി സമയത്തും തിരികെ അതുപോലെ വന്നെത്തും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു വാക്കാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാരനെ തേടി നിങ്ങളെത്തും, അല്ലേ? നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ചെല്ലില്ല എന്നതുപോലെ അന്ന് ശ്രീ കുഞ്ഞിരാമൻ സാർ എന്നോട് പറഞ്ഞ ആ വാചകം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു ഇടിമിന്നലാണ് സൃഷ്ടിച്ചത്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ, എൻ്റെ ഒരു കവിതാ സമാഹാരത്തിന് അങ്ങനൊരു കവർ ചിത്രം ഉണ്ടാക്കിത്തരണം. കേട്ട് താടിയിൽ ഒഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വരച്ചു തരാം, ഒരു 3-4 മാസങ്ങൾ എടുക്കും, പക്ഷേ ഞാൻ പറയുന്ന പ്രതിഫലം തരണം. ഓരോ മിനിറ്റും ഓരോരുത്തരും വളരെ വിലയുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, സാർ, എനിക്ക് തൊഴിൽപരമായിട്ടൊന്നും വലിയ നേട്ടങ്ങളൊന്നും ഇപ്പോഴില്ല, ഇപ്പോൾ ജോലിയുമില്ല. ചെറിയ വല്ല തുകയും വല്ല ആണെങ്കിൽ തന്നാൽ ഞാൻ സാറിനെ കൊണ്ട് വരപ്പിക്കാം.
വലിയ തുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് സാർ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു തുക പറഞ്ഞു. മോശമായി കാണാനില്ല, അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ വിലയാണ്. ഞാൻ പറഞ്ഞു, സാറേ ഇന്നത്തെ ചുറ്റുപാടിൽ എനിക്ക് ഇത്രയും തന്ന് സാറിനെ കൊണ്ട് വരപ്പിക്കാൻ എനിക്ക് കഴിയില്ല. വാക്കും പ്രവൃത്തിയും ഒന്നാവണം. ഒന്ന് പറയുക, മറ്റൊന്ന് ചെയ്യുക. അതെൻ്റെ ഡിക്ഷണറിയിലില്ല സാർ. ഐ ആൾവേസ് റെസ്പെക്റ്റ് യു എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിന് സാറിൻ്റെ നിർമ്മാണമൊക്കെ ഒന്ന് കണ്ടാക്കൊള്ളാം. അങ്ങനെ സാർ ഇറങ്ങി വന്നു. ഞങ്ങൾ രണ്ടുപേരും നിർമ്മാണമെല്ലാം കണ്ട്, ആ വെങ്കല പ്രതിമയുടെ നിർമ്മാണമെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം അദ്ദേഹത്തെ കാണുന്നത് വേളിയിലെ ശംഖും വേളിയിലെ ശില്പങ്ങളും പണിയുന്ന സമയത്താണ്. വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ ശരവണ പിന്നെ വരയ്ക്കാൻ കൊണ്ടുവരാത്തത്? നമ്മൾ സാറെന്ന് എന്നോട് പറഞ്ഞില്ലേ, ആ തുക അന്നത്തെ ചുറ്റുപാടിൽ, അന്നത്തെ ജീവിതചര്യയ്ക്കിടയിൽ തരാനുള്ള കഴിവില്ലായിരുന്നു. പറഞ്ഞാൽ അത് ചെയ്യണമല്ലോ, അതാണല്ലോ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, ശരിക്കും കാശിന് വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ തിരക്കിനിടയിൽ എനിക്ക് ചെയ്തു തരാൻ കഴിഞ്ഞില്ലെങ്കിലോ അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഒഴിവുകഴിവായി കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. എന്താ ശ്രവൺ ചിരിക്കുന്നത്? സ്വല്പം സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ വേളി കായലിനോട് ചേർന്നുള്ള ആ പാർക്കും കാര്യങ്ങളെല്ലാം നിർമ്മാണത്തിൻ്റെ വേളയിലാണ്. അവിടെ ഒരു ചെറിയ മുറിയിൽ, രണ്ടു പേർക്ക് തയ്ച്ചിരിക്കാൻ കഴിയാത്തൊരു കൊച്ചു മുറിയിലാണ് അദ്ദേഹത്തിൻ്റെ വരകളും കുറികളും അദ്ദേഹം ഇരിക്കുന്നതുമൊക്കെ കണ്ടത്. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി വന്നു. ഞങ്ങൾ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആ സംഭവ സ്ഥലത്തെല്ലാം പോയി കണ്ട് മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരവൺ എന്നെപ്പറ്റി മോശമായി വല്ലതും തോന്നിയോ? വളരെ കുറച്ചേ സംസാരിക്കൂ അദ്ദേഹം. ഞാൻ പറഞ്ഞില്ല സാർ, എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയില്ല. എല്ലാവരുടെ സമയവും വളരെ വിലപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, താൻ മിടുക്കനാണല്ലോ, വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഓർമ്മശക്തിയും കൊള്ളാം. ഇപ്പോഴും എഴുതുന്നൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, കുറേ പുസ്തകങ്ങൾ എഴുതി സാർ, കുറേ പ്രസിദ്ധീകരിച്ചു. അംഗീകാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ചെറുതായിട്ടൊക്കെ ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്. അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എഴുതുന്നത്? ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞാൻ കടലും കായലും സംഗമിക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കി. എന്താ ശരവൺ മറുപടി പറയാത്തത്? അങ്ങൊരു കലാകാരനാണല്ലോ. അപ്പോൾ ഒരു സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ, അതിൻ്റെ രൂപരേഖ തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുമ്പോൾ അങ്ങയ്ക്കുണ്ടാകുന്ന മനസ്സിൻ്റെ സന്തോഷം എത്ര പൂർണ്ണതയിലെത്തിയാലും 100% പൂർണ്ണതയാണെന്ന് സാറിന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ താടിയിലിങ്ങനെ ഒഴിഞ്ഞ് എന്നെ ഒന്ന് നോക്കിയിട്ട് വിദൂരതയിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മനസ്സിൽ നിന്നും ഉരുത്തിരിയുന്നത് അത് പ്രാവർത്തികമാക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കുക? ഇത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ വ്യാപാരമനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുവരും പതുക്കെ നടന്ന് അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ഓരോ ചായയും കുടിച്ച് വീണ്ടും മടങ്ങി വന്ന് കായലും കടലും ചേരുന്ന ആ ഭാഗത്തേക്ക് നീങ്ങി അവിടെ കുറേ നേരം അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടുന്ന് മടങ്ങാൻ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാചകം ഇതാണ്:
കാലത്തിൻ്റെ വായ്ത്താരി കേട്ടുകൊണ്ടേയിരിക്കും, കാലത്തിൻ്റെ നാദം കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ സൃഷ്ടി അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ, അതിൻ്റെ മാസ്മരികതയിലൂടെ, അതിൻ്റെ സൗന്ദര്യബോധത്തിലൂടെ കടന്നു പോകുന്ന എത്രയോ പേർ കാണും. അപ്പോൾ ഈ കാനായി എന്ന് പറയുന്ന ആളിനെ ഓർക്കണമെന്ന് നിബന്ധനയൊന്നുമില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലൊരു ചോദ്യം വീരില്ലേ, ആരാണിത് നിർമ്മിച്ചത്, ആരാണിതിന് പിന്നിൽ എന്നുള്ളൊരു ചിന്ത. അതാണ് കാലം എനിക്ക് തന്നിട്ടുള്ള സമ്മാനം. എന്തു തോന്നുന്നു ശരവണ്ണന്? ഞാനൊന്ന് ചിരിച്ചു. അതുപോലെയല്ലേ സാഹിത്യവും മറ്റും? സർ, ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ തരത്തിലാണ്. എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് സാറിന് നല്ലതെന്ന് തോന്നണമെന്നില്ല, സാറിന് നല്ലതെന്ന് തോന്നുന്നത് എനിക്ക് നല്ലതെന്ന് തോന്നണമെന്നില്ല. എല്ലാവരുടെയും ചിന്തയും വീക്ഷണവും എല്ലാം വിവിധ തരത്തിലാണ്. ഇന്നിവിടെ ഈ പണിഞ്ഞു കൂട്ടുന്ന ഇതെല്ലാം എത്ര പേർ നല്ല രീതിയിൽ ആസ്വദിക്കും, എത്ര പേർ മോശപ്പെട്ട രീതിയിൽ ആസ്വദിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. പക്ഷേ വിശ്വവിഖ്യാതമായ മലമ്പുഴയിലെ യക്ഷിയും നിരവധി പേരുടെ പ്രതിമകളും വെങ്കല പ്രതിമകളും ശംഖുമുഖത്തെ മത്സ്യകന്യകയും ഒക്കെ കാണുമ്പോൾ ഒരു 100 വർഷം അല്ലെങ്കിൽ ഒരു 200 വർഷം കഴിഞ്ഞാലും അങ്ങന്ന കലാകാരനെ ഓർമ്മിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർ ഈ പ്രപഞ്ചത്തിൽ കാണും. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമാണോ? അല്ല. അതാണ് കാനായി സർ. 1937 ജൂലൈ 25-ന് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്ത് കട്ടമത്ത് ജനിച്ചു. ചിത്രകാരൻ KCS പണിക്കരുടെ ശിഷ്യനായി. മദ്രാസിലെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ഡിപ്ലോമ കരസ്ഥമാക്കി. കോളേജ് ഫൈൻ ആർട്സിൻ്റെ മേധാവിയായി. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി പ്രവർത്തിച്ചു. മലമ്പുഴയിലെ യക്ഷി, ശംഖുമുഖത്തെ ജലകന്യക, വേളി കടപ്പുറത്തുള്ള ശംഖ്, തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകത്തിലുള്ള വീണപൂസ് എന്ന ശില്പം, ദുരവസ്ഥ എന്ന ശില്പം, തമിഴ്നാട് ചോളമണ്ഡലം കലാഗ്രാമത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന തമിഴത്തിപ്പെണ്ണ്, നിരവധി അവാർഡ് ശില്പങ്ങൾ ഡിസൈൻ ചെയ്തു. ശ്രീ നാരായണ ഗുരു, ശ്രീ ചിത്രരത്ന മന്നത്ത് പത്മനാഭൻ, EMS എന്നിവയുടെ വെങ്കല പ്രതിമകളും നിർമ്മിച്ചു. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ വേളിയിൽ വെച്ച് ഞാനും എൻ്റെ സഹധർമ്മിണിയും കൂടെ നടന്നു പോകുമ്പോൾ കണ്ടു. അദ്ദേഹവും വേറെ 4-5 പേരുമായിട്ട് ഇങ്ങോട്ട് നടന്നു വരികയാണ്. കണ്ടു ചിരിച്ചു. സർ, എന്നെ ഓർമ്മയുണ്ടോ? ശരവണനല്ലേ? എങ്ങനെ മറക്കാൻ കഴിയും? പഴയ ചിത്രം. അപ്പോൾ ഞാൻ അതിശയിച്ചു. 19 വയസ്സിന് മുകളിലായ ഒരു വലിയ കലാകാരൻ, ലോകോത്തര കലാകാരൻ. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ മനസ്സിൽ ഞാൻ കോറിയിട്ട വരകളും എൻ്റെ മനസ്സിൽ അദ്ദേഹം കോറിയിട്ട വരകളും എങ്ങനെ മറക്കാൻ കഴിയും? ഒരു അതുല്യ പ്രതിഭ. ഇന്നും ഞാൻ ഓർക്കുന്നു, ശംഖുമുഖത്തെ ആ പ്രതിമ കാണുമ്പോൾ, അതിലെ അദ്ദേഹത്തിൻ്റെ കരസ്പർശം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ
ഒരു തരം വികാരമാണ് ഉടലെടുക്കുക. അതിൻ്റെ സൗന്ദര്യത്തിൽ ലയിച്ചു നിന്നിട്ടുണ്ട് മണിക്കൂറുകളോളം. ഒരു ശില്പിയുടെ കരവിരുത് തെളിഞ്ഞൊരു വലിയ സൃഷ്ടി എങ്ങനെ മറക്കും? കാലം അദ്ദേഹത്തിന് ആയുരാരോഗ്യവും കൂടുതൽ പ്രശസ്തിയും കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയ ആ വലിയ കലാകാരന് ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.